ഈ ഒരു ഫൂട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫൂട്ട് ചേഞ്ച് മാറ്റി നിങ്ങൾക്ക് സമയം കളയണ്ട. കാരണം ഈ ഒരു ഫൂട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിൽ ഇടാനും പറ്റും, അതുപോലെ തന്നെ സാധാ നോർമൽ സ്റ്റിച്ച് ചെയ്യാനും പറ്റും. അപ്പൊ ഈ ഒരു ഫൂട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കിയാലോ. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ഫൂട്ട് ഉപയോഗിച്ച് നമുക്ക് നെറ്റ് ഫാബ്രിക് എങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കിയാലോ. അപ്പൊ അതിനായിട്ട് നമ്മൾ രണ്ട് നെറ്റ് ഫാബ്രിക്സ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ സ്ട്രൈറ്റ് ആയിട്ട് സാധാ നോർമൽ സ്റ്റിച്ച് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ അതെ നമ്മൾ ഇതുപോലെ ഈ ഒരു സ്ക്രൂ ഏറ്റവും ലൂസ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു സാധാ നോർമൽ സ്റ്റിച്ചിന്റെ സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടാണ് നോർമൽ സ്റ്റിച്ച് ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ നമ്മുടെ ബാക്ക് സൈഡിൽ ഒരു സ്ക്രൂ ജസ്റ്റ് ഒന്ന് ലൂസ് ആക്കി കൊടുത്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് ഇതുപോലെ സാധാ നോർമൽ ആയിട്ടുള്ള സ്റ്റിച്ച് നമുക്ക് കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നെറ്റ് ഫാബ്രിക്സ് ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നെറ്റ് ഫാബ്രിക്സ് തന്നെ നമുക്ക് എങ്ങനെയാണ് ഫ്രിൽ ഇടാന്നുള്ളത് നോക്കാം. അപ്പൊ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഫ്രിൽ ഇടുന്നത് നോക്കാം. ഓക്കെ, അതിനായിട്ട് ഈ ഒരു ബാക്ക് സൈഡിൽ കാണുന്ന സ്ക്രൂ ഒന്ന് നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഫ്രില്ലിന് തിക്ക് വേണോ അതിനനുസരിച്ച് ബാക്ക് സൈഡിലെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ നല്ല പോലെ നമ്മൾ ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രില്ലിട്ട് നോക്കാം. അപ്പൊ ഇതുപോലെ നമ്മൾ ഈസി ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സാധാരണ നോർമൽ സ്റ്റിച്ചിന് പകരം നമുക്കുണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഫ്രില്ല് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം തിക്ക് വേണോ അതിനനുസരിച്ച് ഈ ഒരു സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ആ ടൈറ്റ് ആക്കുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഫ്രില്ലിന്റെ തിക്ക് കൂട്ടി എടുക്കാൻ പറ്റും. ഈ ഒരു ഫോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നോർമൽ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ഇതുപോലെ ഫ്രില്ലിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എത്രയാണോ തിക്ക് വേണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഫ്രില്ലിട്ട് എടുക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.